97ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. സാങ്കേതികമായി അത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 മുതൽ ആണ് ഈ പ്രഖ്യാപനം ആരംഭിക്കുക. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ ആണ് അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്നത്. 13 നോമിനേഷനുകൾ ലഭിച്ച എമീലിയ പേരസിയാണ് ഓസ്കാർ നിശയിലെ പ്രധാനപ്പെട്ട താരം എന്ന് പറയാവുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന്. ഹരി, ഇപ്പോൾ 2024 പുരസ്കാരം പരിശോധിച്ചാൽ ഓപ്പൺ ഹേമർ പോലെയുള്ള സിനിമകൾ അത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടും എന്ന് നേരത്തെ തന്നെ കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2025 വരുമ്പോൾ അങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്ന സിനിമകൾ കുറവാണ് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. പലതും മാറ്റുരയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല ആരായിരിക്കും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുക എന്ന് നിരീക്ഷിക്കാൻ എന്നാണ്. എങ്കിലും പ്രതീക്ഷകൾ എപ്രകാരമാണ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒട്ടും അങ്ങ് ഉറപ്പിക്കാൻ കഴിയാൻ പറ്റുന്ന ഒരു ഓസ്കർ അല്ല ഇത്തവണ. കഴിഞ്ഞ തവണ ഓപ്പൺഹൈമർ പോലുള്ള സിനിമകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ലീഡിംഗ് ആയിട്ട് പോകുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എമിലിയ പെരസ് എന്ന ചിത്രമാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടുന്ന ഒരു നോൺ ഇംഗ്ലീഷ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് എമിലിയ പെരസിനെ പറയാം. 13 നോമിനേഷൻസ് ആണ്. ഇതുവരെ ചരിത്രത്തിൽ ഒരു നോൺ ഇംഗ്ലീഷ് സിനിമ ഇത്രയും നോമിനേഷൻസ് നേടിയിട്ടില്ല ഒരു ഓസ്കറിലും. അതുകൊണ്ട് തന്നെ എമിലിയ പെരസ് ചരിത്രം ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് സുപരിചിതമായ കുറച്ച് സിനിമകളും കൂടി ഇത്തവണ ഉണ്ട്. കാരണം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉൾപ്പെടെ തന്നെ വലിയ പ്രശംസ നേടിപ്പറ്റിയ അനോറ, ദ സബ്സ്റ്റൻസ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട്. അതിൽ ബെസ്റ്റ് പിക്ചറായിട്ട് അനോറ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഏകദേശം ഒരു വേർഡിക്റ്റ് ഒക്കെ പ്രകാരം അല്ലെങ്കിൽ എല്ലാവരും കരുതുന്നത് അനോറയുടെ ഒരു മികച്ച വിജയം തന്നെ ഇത്തവണ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് ബെസ്റ്റ് പിക്ചറും ബെസ്റ്റ് ഡയറക്ടറും അവാർഡും അനോറയ്ക്ക് നേടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇത്തവണ വലിയ നിരാശ തന്നെ ഉണ്ട്. എന്നാലും നമുക്ക് ആകെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് അനൂജ എന്ന ഷോർട്ട് ഫിലിം തന്നെയാണ്. നമുക്ക് അനൂജ എന്ന സിനിമ പ്രിയങ്ക ചോപ്ര നിർമ്മിക്കുന്ന സിനിമയും കൂടിയാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പ്രിയങ്ക ചോപ്ര. അതിലൂടെ ഓസ്കർ ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളൊരു സാധ്യത മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ട ചില ചിത്രങ്ങൾ ഇത്തവണത്തെ ഓസ്കറിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമയാണ്. ആ സബ്സ്റ്റൻസിൽ മികച്ച നടിക്കുള്ളൊരു സാധ്യത ഡെമി മോറയ്ക്ക് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ചില ചിത്രങ്ങൾ കൂടിയുണ്ട്. അതിൽ ഓരോ കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന് കാരൻ കുൽക്കിന് ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. റിയൽ പെയിൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഡെമി മോറയ്ക്ക് ഒരു സാധ്യത. ദ സബ്സ്റ്റൻസ് കണ്ട എല്ലാ പ്രേക്ഷകരും ഡെമി മോറയുടെ പ്രകടനത്തെ അത്രമേൽ അഭിനന്ദിച്ചുകൊണ്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയും കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മികച്ച നടിക്കുള്ളൊരു സാധ്യത ഡെമി മോറയ്ക്ക് തന്നെയാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൽ ഏഡ്രിയൻ ബ്രോഡി, കാരണം ഈ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമ വരുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐമാക്സിൽ ആ ചിത്രം റിലീസ് വന്നിരുന്നതാണ്. അപ്പോൾ ഐമാക്സിൽ കണ്ടിരുന്ന പ്രേക്ഷകർ ഒട്ടാകെ തന്നെ വീണ്ടും അതൊന്ന് റീവിസിറ്റ് ചെയ്തപ്പോഴേക്കും ഉണ്ടായ ഒരു സന്തോഷം അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ എക്സിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയി നിൽക്കുകയാണ്. ആഡ്രിയൻ ബ്രോഡിയുടെ ഒരു കഥാപാത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള സംസാരമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തരംഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മികച്ച നടനായ ആഡ്രിയൻ ബ്രോഡി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയും കൂടി മുന്നിലുണ്ട് എന്നുള്ളതാണ്. മികച്ച സംവിധായകനായി സീൻ ബേക്കർ, അനോറ എന്ന ചിത്രത്തിലൂടെ തന്നെ സീൻ ബേക്കറിന് കിട്ടാനുള്ള ഒരു സാധ്യത, അവാർഡ് നേടിക്കൂട്ടാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. എമിലിയ പെരസ് എന്ന ചിത്രത്തിനാണ് 13 നോമിനേഷൻസ്. അതോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കാനാണ് ബ്രൂട്ടലിസ്റ്റും അനോറയും ഉൾപ്പെടെയുള്ള സിനിമകൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വർഷത്തെ ഓസ്കാറിൽ. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കങ്ങ് മുഴുവനായി ഈ ചിത്രത്തിനാണ് ലഭിക്കുക. ഇപ്പോൾ ബെസ്റ്റ് പിക്ചർ അനോറയ്ക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും നിഖിൽ ബോയ്സ് വലിയൊരു കോമ്പറ്റീഷനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു അവാർഡ് കാറ്റഗറിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളില്ല. പക്ഷേ ചില കാറ്റഗറിയിൽ നമുക്ക് ഏകദേശം സൂചിപ്പിക്കാമെങ്കിൽ പോലും പൂർണ്ണമായും ഒരു 100% നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി കിട്ടുമെന്ന് 100% ഉറപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു വളരെ സസ്പെൻസ് നിറയുന്ന ഒരു ഓസ്കർ തന്നെയാണ് വരാൻ പോകുന്നത്. നാളെ ഇന്ത്യൻ സമയം രാവിലെ 5:30. തീർച്ചയായും അങ്ങനെ 90കളിൽ ബാലതാരമായി തിളങ്ങിയ കീറൻ കൾക്ക് ഹോം എലോൺ എന്ന സിനിമയിൽ അങ്ങനെയുള്ള താരങ്ങൾ വരെ അവർ മുതിർന്ന താരങ്ങളായി മാറി ഈ ഓസ്കാർ പട്ടികയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാകും ജേതാക്കൾ എന്ന്.